നോ കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ സെലക്ട് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇൻറ്റർവ്യൂവിന് പോകാതിരുന്നിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടും പലതവണ ടൈപ്പ് ചെയ്തിട്ടും ചില മെസ്സേജസ് അയക്കാതിരുന്നിട്ടുണ്ടോ? എൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫിയർ ഓഫ് റിജക്ഷൻ. ലൈഫിലുണ്ടല്ലോ ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. അതൊന്നും പരാജയം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒരു റിജക്ഷൻ താങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയം കാരണമാണ്. ശരിയല്ലേ അത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ഒരാൾ നോ പറയുന്നു, നിങ്ങൾക്ക് ആ നോ നന്നായിട്ട് സങ്കടം ഉണ്ടാക്കുന്നു. ആ സങ്കടം, ആ ഒരു വേദന നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ എത്ര സമയമെടുക്കും? അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ എത്ര ആഴ്ച എടുക്കും? ഒരുപാട് പേരുടെ ജീവിതം പിന്നോട്ട് വലിക്കുന്നത് എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല എന്നുള്ള ചിന്തകളൊന്നുമല്ല. ആരും എന്നെ സ്വീകരിക്കില്ല, ആർക്കും ഞാൻ ഓക്കെ ആവില്ല, ആരും എന്നെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള പേടികൾ കൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കിട്ടിയ ഒരു അവസരം, ഒരു ജോലിയുടെ അവസരം ഉപേക്ഷിച്ചു. അത് ആ ജോലി ചെയ്യാനുള്ള കഴിവില്ലായിരുന്നത് കൊണ്ടല്ല, കഴിവുണ്ടായിട്ടും ഞാൻ ഈ ജോലിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടാലോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇതെൻ്റെ മനഃശാസ്ത്രം ഒന്ന് നോക്കിയാലോ. ഈ റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നത് ആ ഒരു വാക്കിൻ്റെ ബലം കൊണ്ടോ ഒരു നോ കേൾക്കുമ്പോൾ ഉള്ള പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ആ ഒരു നോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിജക്ഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി കൊണ്ടാണ്. അത് നമ്മൾ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു സ്വഭാവം വേറൊരു രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേദനിക്കുന്നത്. നമ്മളെ എല്ലായിടത്തും എല്ലാ ആൾക്കാരും സ്വീകരിക്കണമെന്നൊന്നുമില്ല. അതിന് അവർക്ക് അവരുടേതായ പല കാരണങ്ങളും ഉണ്ടാകും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എന്തോ പോരായ്മ ഉള്ളത് കൊണ്ട് നമ്മൾ റിജക്റ്റ് ആയി എന്നുള്ളതാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കോ സ്ഥാപനത്തിനോ എന്തിനാണെങ്കിലും അവർക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ റിജക്റ്റ് ആവുന്നത്. അല്ലാതെ സ്പെസിഫിക്കലി നമ്മൾ എന്നുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ടായി റിജക്റ്റ് ആവണതല്ല എല്ലായ്പ്പോഴും. പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും സ്വീകരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മളെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഈ റിജക്ഷൻ്റെ ഭയം മനസ്സിൽ വെച്ച് വെച്ച് നടന്നതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് തിരസ്കരിച്ച് കളയുന്നതാണിത്, അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ സ്വീകരിക്കാം? ഒരു സൈക്കോളജിക്കൽ ഡെഫിനിഷൻ നോക്കാം റിജക്ഷൻ്റെ. സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് റിജക്ഷനെ: ഫിയർ ഓഫ് റിജക്ഷൻ ഈസ് ദ പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് ബീയിങ് ഡിസ്ലൈക്ഡ്, എക്സ്ക്ലൂഡഡ്, ക്രിട്ടിസൈസ്ഡ് or not accepted by others, which influences a person's thoughts, emotions and behavior. അതായത് സ്ഥിരമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടോ ഒന്നിലും മറ്റുള്ളവർ നമ്മളെ ഉൾപ്പെടുത്താത്തതായിട്ടോ നമ്മൾക്ക് പലപ്പോഴും ക്രിറ്റിസിസംസ് കേൾക്കേണ്ടി വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നലിൽ നിന്നുമൊക്കെ ഇതൊക്കെ നമ്മളെ പതിയെ പതിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിൻ്റെയും നമ്മുടെ പെരുമാറ്റത്തിനെയും ഒക്കെ വളരെ ആഴത്തിൽ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഫിയർ ഓഫ് റിജക്ഷൻ്റെ കുരുക്കിൽ വിട്ട് കഴിഞ്ഞു എന്നുള്ളത്. ഇത് സിംറ്റംസ് പറയട്ടെ. നമുക്ക് എന്ത് അവസരം വന്നാലും ഞാൻ ഫെയിലാവും, എനിക്കെന്തായാലും അത് കിട്ടില്ല, ഞാൻ സെലക്ട് ആവില്ല എന്നുള്ള തോട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. രണ്ടാമത്തേത്, ആ ഒരു അവസരം മാറ്റി വെക്കാൻ തോന്നും. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനുള്ള ടെൻഡൻസി, ഉറക്കക്കുറവുണ്ടാവുക, നമ്മുടെ വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുക, കൈകാലുകൾക്ക് വിറയലുണ്ടാവുക, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായോ കുറയുന്നതായോ തോന്നുക, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോവുക, മാറിപ്പോവുക, അക്ഷരപ്പിശകുകൾ വരിക, ടങ് സ്ലിപ്സ് വരിക, അങ്ങനെയൊക്കെ. പിന്നെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞാലോ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാലോ ഒക്കെ അത് ഞാൻ പറയേണ്ടിയിരുന്നില്ല, അത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഫിയർ ഓഫ് റിജക്ഷനും ഉണ്ട്. ഈ ഒരു ഭയം മാറ്റിയെടുക്കാൻ പറ്റും. ഏത് ഭയവും മാറ്റിയെടുക്കാം. ഈ പേടികൾ ഒരുപാട് തരത്തിലുണ്ട്. പക്ഷെ പേടികളൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഏറ്റവും സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഫേസ് ദ ഫിയർ ആണ്. നമുക്ക് എന്താണോ പേടിയുള്ളത് ആ ഒരു പേടിയെ അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക, അതിൽ കൂടി ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ, ഒരു
ഇൻവിറ്റേഷൻ കിട്ടുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്നു നിങ്ങൾ സെലക്ട് ആവില്ല, നിങ്ങൾക്ക് കഴിവുണ്ട്, എന്നാലും നിങ്ങൾ റിജക്റ്റ് ആവും, നിങ്ങൾ ഓക്കെ ആവില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു 1000 ചിന്ത വരുന്നു. സോ എനിവേ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്തോ വരട്ടെ എന്നുള്ള ധൈര്യത്തിൽ പോയി നോക്കിയാൽ മാത്രമേ അതൊരു പലതവണ ആകുമ്പോൾ നമുക്ക് പിന്നെ അത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ലെവലെത്തും. അല്ലാതെ ഇങ്ങനെ പേടിച്ചിരുന്ന ഈ ഒരു ജോലി കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് ഈ പേടി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അതിന് ഒരാളോട് സംസാരിക്കാനാണെങ്കിലോ, ഒരു സഹായം ആവശ്യപ്പെടാനാണെങ്കിലോ, ഒരു എന്താണെങ്കിലും നിങ്ങൾക്കിത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ വെരി ഫസ്റ്റ് ആൻഡ് വെരി സിമ്പിൾ ആൻഡ് വെരി സ്ട്രെയിറ്റ് വേ ഈസ് ജസ്റ്റ് ഗോ ആൻഡ് ഫേസ് ഇറ്റ്. നമുക്ക് എന്ത് കാര്യത്തിലും പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു. ഈ ഫിയർ ഓഫ് റിജക്ഷനെ നമുക്കൊരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ. നിങ്ങൾ പ്രിപ്പേർഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാഫ് വേ പ്രിപ്പേർഡ് ആണെങ്കിൽ ഈ ഫിയർ ഓഫ് റിജക്ഷൻ കൂടി വന്ന് നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൽ എല്ലാം കൈവിട്ട് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. സോ നിങ്ങൾക്ക് സമാധാനമായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുന്നു, കണ്ണിൽ കാണുന്ന എല്ലാത്തിനും അങ്ങ് അപേക്ഷിച്ചിടുകയാണ്. അങ്ങനെയാണ് നമുക്കൊരു അഡ്വൈസ് കിട്ടുക, എന്തുണ്ടെങ്കിലും അപേക്ഷിച്ചിട്ടോ. പക്ഷെ നമ്മൾ പ്രിപ്പേർഡ് ആയിരിക്കില്ല. ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വരുന്നു, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, നമ്മൾ ആ ഒരു പരിഭ്രമത്തിൽ ഓക്കെ എല്ലാം ഓക്കെ ആക്കുന്നു. പിന്നീട് ഈ ഫിയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ജസ്റ്റ് നോക്കിയിട്ട് പോകാനും പറ്റുന്നില്ല, അവസാനം ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ടാവുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, എന്ത് കാര്യത്തിലാണെങ്കിലും നല്ലൊരു തയ്യാറെടുപ്പ് നടത്തുക. അതിനുശേഷം നമ്മൾ അതിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിന് സമാധാനത്തോടെ പോവുക. ഇനി സമാധാനം ഇല്ലെങ്കിലും നമ്മൾ ഓക്കെ ജസ്റ്റ് ഗോ ആൻഡ് ഫേസ് ഇറ്റ്. എങ്ങനെയാണെന്ന് അറിയാമല്ലോ, എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാമല്ലോ, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആവുമല്ലോ എന്ന് വിചാരിച്ചൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിലും ഒന്ന് റിഹേഴ്സൽ ചെയ്താൽ നല്ലതായിരിക്കില്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ മോക്ക് ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ണാടിയുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു വീഡിയോ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ച് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഡേയിൽ നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്ത് ഒരുങ്ങി പോകുന്നത്, അതുപോലെ റെഡി ആയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ, അതായത് നിങ്ങൾ ആദ്യം പ്രിപ്പേർഡ് ആണ് ഒരു കാര്യത്തിന്, അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുന്നു, അല്ലെങ്കിൽ സ്വയം അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. സോ നിങ്ങളൊരു ഹാഫ് വേ ഓക്കെ ആണ് ആക്ച്വലി ആ ഒരു ഗോളിലേക്കുള്ളത്. പിന്നെ എല്ലാത്തിനും ഉപരി ഏറ്റവും മാറ്റിവെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ്. ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് തോട്ട്സിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്പഞ്ച് പോലെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതൊക്കെ നമ്മുടെ ഈ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൈൻഡിൽ വന്നു ചേർന്ന കാര്യങ്ങളാണ്. ഈ ഡേഞ്ചറിനെ എന്ത് ചെയ്യുക, ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കാര്യങ്ങളെ വിട്ട് കളയരുത്. നാളെ ഒരു ആപത്ത് വരാം എന്നുള്ള ഒരു കാര്യം ശരിക്കും കാട്ടിൽ ജീവിച്ച പണ്ട് കാലത്തെ മനുഷ്യർക്ക് അവരിൽ നിന്ന് തുടങ്ങിയതാണ്. അവരുടെ ജീൻസ് പാസ് ഔട്ടായി നമുക്ക് വന്നതുകൊണ്ടായിരിക്കും നമ്മൾ ഈ നെഗറ്റിവിറ്റി കൂടുതൽ അബ്സോർവ് ചെയ്യുന്നത്. സോ നമുക്ക് സക്സസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം എടുത്ത് കളയണം. അത് നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ എടുത്ത് കളയണം. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും, എന്ത് പറയും, അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം കളയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. സോ എന്തിനാ നെഗറ്റീവ് തോട്ട്സ്, നമ്മൾ ഇത്രയും കാലം ഈ നെഗറ്റീവ് തോട്ട്സും കൊണ്ട് നടത്തി നമ്മൾ എവിടെയെങ്കിലും എത്തിയോ? എവിടെ എത്തിയില്ലല്ലോ. സോ ജസ്റ്റ് ട്രൈ ടു ലിവ് വിത്തൗട്ട് ദീസ് നെഗറ്റീവ് തോട്ട്സ്. നമുക്ക് ഈ കൺട്രോളുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ കൺട്രോൾ നിർത്താൻ ശ്രമിക്കുക. ഈ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൺട്രോളാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അത് എന്ത് തന്നെയോ ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഒരാളോട് സംസാരിക്കുന്നത് ആയിക്കോട്ടെ, എന്ത് തന്നെ കാര്യങ്ങളും ആയിക്കോട്ടെ, ആ ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അതങ്ങ് വിട്ട് കളയുക. മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് ചിന്തിച്ചിട്ട് ടെൻഷനായിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ അതങ്ങ് വിട്ട് കളയുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇതുപോലൊരു മറ്റൊരു മൊമെൻറ്റ് വരുമ്പം ഈ ഫിയർ ഓഫ് റിജക്ഷൻ വരുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഫിയർ ഓഫ് റിജക്ഷൻ നമുക്ക് വരുന്നതെന്ന് നോക്കിയാൽ, നമ്പർ 1, നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള
റിജക്ഷൻ അനുഭവങ്ങളാണ്. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നമ്മൾ ഒരാളോട് കൂട്ടുകൂടുമ്പോഴോ, നമ്മൾ ഒരാളെ ലൈഫ് പാർട്ണർ ആക്കുമ്പോഴോ, നമ്മൾ ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോഴോ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഓൾവേസ് തിങ്ക് അബൌട്ട് ദെയർ ചൈൽഡ്ഹുഡ് ഓർ ട്രൈ ടു നോ അബൌട്ട് ദെയർ ചൈൽഡ്ഹുഡ്. അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതാണ് ഒരാളെ മോൾഡ് ചെയ്തെടുക്കുന്നതും ഉള്ളിലുള്ള ഫിയേഴ്സും നമുക്കുള്ള നെഗറ്റിവിറ്റിയും എല്ലാം നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് സമ്മാനിക്കുന്നതാണ്. സോ നമുക്ക് ചൈൽഡ്ഹുഡിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത് ഒരു വലിയ റൂട്ട് കോസ് ആണ് നമുക്ക് ഈ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്തിക്കണം, ചൈൽഡ്ഹുഡ് ഓൾറെഡി ഓവർ, നമുക്കിപ്പോൾ ആ ചൈൽഡ്ഹുഡ് ഇല്ല അല്ലേ. ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായിരുന്ന ഇനി പേടികൾ നമ്മൾ കൊണ്ട് നടക്കുകയാണ്. അന്ന് നമുക്കുണ്ടായിരുന്ന കംഫർട്ടോ ഒരു റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി ചിന്തിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാനുള്ള, ബിൽസ് പേ ചെയ്യാതെ അങ്ങനെയുള്ള ഒരു യാതൊരു തോട്ടും ഇല്ലാതെ പഠിച്ചാൽ മതി, സ്കൂളിൽ പോയാൽ മതി, അങ്ങനെ ചിന്തിച്ച് നടക്കാനുള്ള കംഫർട്ട് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ ആ ബാല്യകാലത്തിലെ പോസിറ്റീവായിട്ടുള്ള യാത്ര നമ്മളെ കൂടെ ഇല്ലെങ്കിൽ ആ ബാല്യകാലത്തെ നെഗറ്റീവായിട്ടുള്ള ഒന്നിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. ബട്ട് ഓഫ് കോഴ്സ് അത് നമ്മളിൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിതൊക്കെ റിയലൈസ് ചെയ്ത് കഴിയുമ്പം. ബട്ട് അതൊരു റീസൺ ആണ് ഈ ഫിയർ ഓഫ് റിജക്ഷൻ നമ്മുടെ മൈൻഡിൽ നിൽക്കാനുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നമ്മൾ കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ, മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതും ഫിയർ ഓഫ് റിജക്ഷൻ്റെ നമ്മുടെ മനസ്സിലൊരു റീസണാണ്. പിന്നെ നമ്മുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒന്നും ഒരു കൺസിഡറേഷൻ കിട്ടാതിരുന്നതും അംഗീകരിക്കപ്പെടാതിരുന്നതും ഒക്കെ ഉറപ്പായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഫിയർ ഓഫ് റിജക്ഷൻ വളർത്തിയിട്ടുള്ള ഒരു ഘടകമായിരുന്നു അല്ലേ. പിന്നെ സോഷ്യൽ ആങ്സൈറ്റിയുടെ കാര്യം പറയേ വേണ്ട, നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തല്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ആങ്സൈറ്റിയും നമ്മുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ കുറേയെങ്കിലും നമ്മുടെ ഒരു കൺട്രോൾ കൊണ്ടുവരണമെങ്കിൽ, കുറച്ചൊക്കെ നമ്മളൊന്ന് എല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് അത്. പിന്നെ ഉള്ളതൊരു പെർഫെക്ഷനിസമാണ്. നമ്മൾ പെർഫെക്റ്റ് അല്ല, ഇനിയും പെർഫെക്റ്റ് ആവണം, നമ്മൾ എന്ത് ചെയ്താലും അത്രയും പെർഫെക്റ്റ് ആയില്ല എന്നുള്ളൊരു തോട്ടുള്ളതും ഈ ഫിയർ ഓഫ് റിജക്ഷനെ വളർത്തി വലുതാക്കാൻ ഒരു കാരണമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ റിജക്ഷൻ ഉള്ളപ്പോൾ ശരിക്കും നമ്മുടെ ആ സെയിം അമിഗ്ഡലയുടെ ത്രെഡ് ഡിറ്റക്ഷൻ, ആ ഒരു ആക്ഷൻ തന്നെയാണ് നടക്കുന്നത്. അമിഗ്ഡല അതിനൊരു ത്രെഡായിട്ടാണ്. കാരണം നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ നമ്മൾ പേടിക്കുകയാണ്, റിജക്ഷൻ ഉണ്ടാവുമോ, എന്താവും, എനിക്ക് റിജക്ഷൻ താങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അമിഗ്ഡല പെട്ടെന്ന് അതിനെങ്ങനെ എടുക്കും, ത്രെഡ് ഡിറ്റക്റ്റഡ്. ഓക്കെ, അതിനുശേഷം ഉടനെ അത് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങും. ലൈക്ക് ആങ്സൈറ്റിയിലോട്ട് പോവാം, കാരണം ആങ്ഷ്യസ് ആവണം, കാരണം ഈ ഫിയർ വന്നല്ലോ, റിജക്റ്റഡ് ആയാലോ എന്നുള്ളത് നമ്മുടെ അമിഗ്ഡല ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ നമ്മുടെ ലോജിക്കലി ചിന്തിക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമുണ്ടല്ലോ, പ്രിഫ്രണ്ടൽ കോർട്ടക്സ്, അത് ഒന്ന് പ്രവർത്തനം മന്ദഗതിയിലാക്കും. കാരണം നമ്മൾ ഈ പറയുന്ന ആവശ്യമില്ലാത്ത പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് എടുത്ത് വെക്കുമ്പോൾ പിന്നെ ഈ ലോജിക്കൽ തിങ്കിങ് ഒന്നും വർക്ക് ആവില്ല. അപ്പോൾ ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ഒക്കെ വിചാരിക്കും, ഞാൻ ഇവിടെ നിന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് എന്താ കാര്യം, എന്തായാലും ഇരുന്ന് പേടിക്കാതാണല്ലോ അമിഗ്ഡല ത്രെഡ് ഡിറ്റക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കും. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞേ പറ്റുള്ളൂ. അതായത് നമ്മൾ ചില വെയ്റ്റ്സ് ഉപേക്ഷിക്കാൻ തയ്യാറായാലേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ, എല്ലാ വെയിറ്റും നമ്മൾ കൂടെ കൊണ്ട് നടന്നാലും എല്ലാ പേടിയും വെച്ചിരുന്നാൽ നമുക്ക് എവിടെ എത്തില്ല. എവിടെ എത്താതെ ഇത്ര നാൾ ജീവിക്കും. നമുക്ക് എവിടെയെങ്കിലും എത്തണം, ലൈഫിൽ സക്സസ്ഫുൾ ആവണം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കണം എങ്കിൽ വി മസ്റ്റ് ഫേസ് ദ റിയാലിറ്റി. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പം നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ചെയ്യാൻ നോക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി. ഒന്നിൻ്റെ അവസാനമല്ല, നമ്മുടെ ലൈഫിൻ്റെ എൻഡല്ല, ലോകത്തിൻ്റെ അവസാനം ഒന്നുമല്ല. നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയോ, ഒരു ഇൻ്റർവ്യൂ ഇൻവിറ്റേഷനോ, അല്ലെങ്കിൽ നമുക്കൊരാളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് നോ കേട്ടാൽ എന്താ, ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കൊരു 100 പേര് അതേസമയം തയ്യാറെടുക്കുന്നുണ്ടാവും. ആ 100 പേർക്കും അവിടെ കൊടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഉള്ളത്. സോ ഇപ്പോൾ ഒരു കമ്പനിയാണ് ഹയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഹയറിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അത് സ്പെസിഫിക്കലി നമ്മൾ മോശമായതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ആവുന്നതോ ഒന്നുമല്ല. ഈ ഒരുപാട് കാലം ഈ ഒരു ഫിയർ ഉണ്ടല്ലോ, റിജക്ഷനെ പറ്റിയിട്ടുള്ള ഫിയർ മനസ്സിൽ കൊണ്ട് നടന്നാൽ അങ്ങനെയുള്ള ആളുകൾ വളരെയധികം പീപ്പിൾ പ്ലേസിങ് ആളുകളായിരിക്കും. എല്ലാവരെയും എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, സ്വയം കഷ്ടപ്പെട്ടാലും നരകിച്ചാലും മറ്റുള്ളവരെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനും, ഫേക്കായിട്ടാണെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള ഒരു പ്രവണത. ആരോട് നോ പറയാൻ പറ്റില്ല. മനസ്സിലതൊരു വലിയ നോ ആണെങ്കിലും പുറമെ അതിന് യെസ് പറയുക. ഒരാളോടും ഇല്ല എന്നോ നോ എന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോകും. പുതിയ ആളുകളെ സമീപിക്കാനോ പുതിയൊരു അവസരം നേടാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും.
ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം ഒരിടത്ത് പറയാനും പറ്റില്ല. സ്വന്തം അഭിപ്രായങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി എന്നാൽ ഒരു ക്രിറ്റിസിസംസ് ഏറ്റെടുക്കാൻ പറ്റില്ല. മറ്റാരുടെയോ നിയന്ത്രണത്തിൽ എങ്ങനെയൊക്കെ ഉന്തി തള്ളി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഈ ഫിയറൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ ഈ ബന്ധങ്ങളിലൊക്കെ എപ്പോഴും റീഅഷുറൻസ് ഇടുന്ന ആൾക്കാരുണ്ട്. വീണ്ടും വീണ്ടും ഒരേ കാര്യം ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും. ലൈക്ക് എന്നോട് സ്നേഹമുണ്ടോ, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് സെലക്ട് ആയി എന്ന് ഉറപ്പ് വന്നാലും വീണ്ടും വീണ്ടും അത് സെലക്ട് ആയോ എന്നൊരു റീഅഷുറൻസ് എടുത്ത്, അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് നമ്മൾ അക്സെപ്റ്റ് ആവുന്ന മൊമെന്റ്സ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോവും ആളുകൾ. പിന്നെ മോസ്റ്റ് അൾട്ടിമേറ്റ്ലി ലൈക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ റിജക്ഷനെ കുറിച്ചുള്ള പേടി അത്രമേലുണ്ടെന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാതെ കൊല്ലുന്നൊരു പേടിയാണ്. നമുക്ക് ആ പേടി വേണ്ട. വല്ല ഉയരത്തെക്കുറിച്ചുള്ള ലൈക്ക് ഫിയർ ഓഫ് ഹൈറ്റ്സോ വേറെ വല്ലതും ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ലൈഫിൽ. പക്ഷേ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതലാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവണം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം, മുന്നോട്ട് പോകാൻ പറ്റണം, പുതിയ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യണം. അപ്പോഴൊക്കെയാണ് ലൈഫ് മുന്നോട്ട് പോകാൻ മൂവണാവും. അല്ലാതെ നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നത് കൊണ്ട് നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ലൈഫ് ഇങ്ങനെ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകും. സോ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒരു നോ കേൾക്കാതെയോ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടാതെയോ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്, പാർട്ട് ഓഫ് ദ ലൈഫ്. അതായത് ഈ സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്നതും ആളുകൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് വിട്ടുപോകുന്നതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ റിജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. സോ ഇറ്റ്സ് ഓക്കെ. ഈ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക, നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെയും തോട്ട്സിൻ്റെ അടിമകളാണെങ്കിൽ എന്നും ഈ അടിമത്തത്തിൽ കിടന്ന് കരയാനേ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഒരു രക്ഷപ്പെടലും ഉണ്ടാവില്ല. സോ റിജക്ഷൻ, ഇഫ് സംബഡി ഈസ് റിജക്റ്റിംഗ് മീ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കുക. അല്ലാതെ അത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല. എല്ലായ്പ്പോഴും നമ്മൾ ഒന്നാമതാവണം, അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ അവരുടേതായിട്ടുള്ള സാഹചര്യ കാരണങ്ങളും ഇമോഷണൽ റീസൺസും അല്ലെങ്കിൽ മറ്റ് പല പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ എത്രയും പേര് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി തുടങ്ങുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, ഹയർ ചെയ്യണം. അപ്പം അതിന് ഇൻ്റർവ്യൂവിന് വരുന്ന 1000 പേരുണ്ടെങ്കിൽ 1000 പേരെ നമ്മൾ അവിടെ സെലക്ട് ചെയ്യില്ല. നമുക്ക് പല പല ക്രൈറ്റീരിയാസ്, റീസൺസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റിനെ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും, അല്ലേ? അതുപോലെയാണ് നമ്മൾ ഒരിടത്തൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടാം. ഇനി സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു കുഴിയിലോട്ടാണ് നമ്മൾ ചെന്ന് വീഴുന്നത് ആര് കണ്ടു. അപ്പോൾ ചില റിജക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി റീഡയറക്ഷൻ എന്ന് പറയും. ആക്ച്വലി അങ്ങനെയാണ്. റിജക്ഷൻ മീൻസ് ഇറ്റ്സ് റീഡയറക്ഷൻ. നമുക്കിപ്പം ഒരിടത്ത് നമ്മൾ പോയി, നമ്മളവിടെ സെലക്ട് ആയി കഴിയുമ്പം ഇത് ഇത്രയും വലിയ കുരുക്കാണ്, പെട്ടുപോയി എന്ന് അറിയുന്നേക്കാളും എത്രയോ നല്ലതാണ്. ഒരു നേരത്തെ സങ്കടമാവും, കിട്ടിയില്ലല്ലോ, ഇറ്റ്സ് ഫൈൻ, അടുത്ത് നോക്കാം. ചിലപ്പോൾ നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കിട്ടുന്നത്, ആയിരിക്കാനല്ല, ഉറപ്പായിട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. സോ റിജക്ഷൻ ഈസ് നോട്ട് റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ. നമ്മുടെ ഒരു സെൽഫ് വേർത്ത് ഉണ്ടല്ലോ, അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു മൂല്യം, അത് നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കിലോ മനസ്സിലോ അവർ തരുന്ന റിവാർഡിലോ ഒന്നുമല്ല നമ്മുടെ ഒരു സെൽഫ് വേർത്തും നമ്മുടെ ഡിഗ്നിറ്റിയും ഒക്കെ ഇരിക്കുന്നത്. അതിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തോന്നിയാൽ അതൊരു ഫേക്ക് ആയിട്ടുള്ളതും ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് ആണ് നമ്മൾ വില വെക്കേണ്ടത്. നമ്മുടെ മൂല്യം, നമ്മുടെ ഡിഗ്നിറ്റി എല്ലാം നമ്മളിലല്ലേ ഉള്ളത്. അതെ, നമ്മൾ പണ്ട് നമ്മുടെ പൂർവികർ കാട്ടിൽ ജീവിച്ചിരുന്ന കാലം തൊട്ടേ ലൈഫൊക്കെ നമുക്ക് നല്ല ചാലഞ്ചിങ് ആണ്. ഇനി ലൈഫിൽ ഏറ്റവും സക്സസ്ഫുള്ളായി ജീവിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന എല്ലാവരുടെ ലൈഫും നമ്മൾ കരുതുന്നതിൻ്റെ 100 ഇരട്ടി ചാലഞ്ചിങ് ആണ്. പിന്നെ നമുക്ക് ചില ചാലഞ്ചസ് വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ എസ്കേപ്പിസം കാണിച്ച് മാറിപ്പോകാതെ ജസ്റ്റ് ഫേസ് ദ ചാലഞ്ച്. ചില ചാലഞ്ചസൊക്കെ നമ്മൾ ഏറ്റെടുക്കണം, ചില റിസ്ക് ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം. ചില റിജക്ഷനും ഓക്കെ അല്ല, ഒരു നോ, ഇറ്റ്സ് ഫൈൻ, അല്ലേ? ഒരു ഫേക്ക് ആയിട്ടുള്ള യെസിനെക്കാളും എത്രയോ നല്ലതാണ് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള നോ, അല്ലേ? അല്ലെങ്കിൽ പറ. നമ്മുടെ ഈ ലൈഫിലുണ്ടല്ലോ ഈ പെർഫെക്ഷൻ ഒന്നും ഒരു കാര്യവുമില്ല. പെർഫെക്ഷനൊക്കെ നമ്മുടെ ഒരു ഇല്യൂഷനാണ്. ബട്ട് പ്രോഗ്രഷൻ ഈസ് റിയൽ. അതായത് നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരുപടി മെച്ചപ്പെട്ട ഒരാളാവാൻ ശ്രമിക്കുക. നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ഉണ്ടാക്കുക. അല്ലാതെ ഈ പെർഫെക്ഷൻ എന്നൊക്കെ വെച്ചാൽ നമ്മൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ പെർഫെക്ഷൻ. അല്ലാതെ റിയൽ ആയിട്ടൊരു പെർഫെക്റ്റ് എന്ന് പറയുന്ന എന്താണ് ഈ പെർഫെക്ഷൻ്റെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? ഒരു ബേസിക് മെഷർമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ പെർഫെക്ഷൻ ഓഫ് സംവൺ. സോ
പെർഫെക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ട, പ്രോഗ്രഷനെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ എപ്പോഴും ഒരു മൈൻഡ്ഫുൾനെസ്, അതായത് നമ്മൾ അടിപൊളിയാണ്, നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്, നമ്മൾ ഇനഫാണ്, നമ്മളെപ്പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോൾ വേറെ ആർക്കുണ്ട്. സോ ഒരു മൈൻഡ്ഫുൾനെസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഒരു മൈൻഡിൻ്റെ ബ്യൂട്ടി ആര് കണ്ടില്ലെങ്കിലും നമ്മൾ കാണണം, അറിയണം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നോക്കുക, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ ഫൈൻ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു നോ ആണ് ആൻസറെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് മൂവ് ഓൺ. നമ്മൾ എന്തായാലും ഒരു കാര്യം അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള കുറ്റബോധത്തെക്കാളും എത്രയോ നല്ലതാണ് ജസ്റ്റ് നോക്കിയിരുന്നു ശരിയായില്ല എന്നുള്ളത്. കാര്യങ്ങളെ കുറച്ചുകൂടി സിമ്പിളായിട്ട് എടുക്കാൻ പഠിച്ചാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനി ഒരുപാട് വരും. കാരണം നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാത്തത് നമുക്ക് ഈ ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ്. ആ ഫിയർ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയോ ആവട്ടെ, നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏർലി അഡൾട്ട്ഹുഡിലെ എക്സ്പീരിയൻസസ് ഒക്കെ എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. എല്ലാ ആൾക്കാരും എല്ലാം മറന്ന് മൂവ് ഓൺ ആവുകയാണ്. നമ്മളതൊന്നും ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചിരുന്നതുകൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല, നമ്മളെങ്ങും എത്താൻ പോകുന്നില്ല. സോ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. നമുക്ക് ലൈഫിലൊരു പ്രോഗ്രഷനാണ് വേണ്ടത്, അല്ലാതെ ചുറ്റുമുള്ള എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഒന്നില്ല. സോ ലൈക്ക് അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തെ ഇങ്ങനെ ചിന്തിച്ച് വറീഡ് ആവുന്നതിനേക്കാളും നല്ലത് ലൈക്ക് പ്രോഗ്രഷൻ. നമ്മൾ ഇന്നലെ ഉള്ളതിനേക്കാളും ഒരു ബെറ്റർ ആളാവാൻ ഇന്ന് നോക്കുക. ഇന്നത്തെക്കാളും നാളെ കുറച്ചൊരു ബെറ്റർ ആവണമെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ചാലഞ്ചസ് ഒക്കെ ഒന്ന് അഭിമുഖീകരിക്കുക. നോ കേട്ടാൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് നോ പറയാനുള്ളൊരു ശീലം ഉണ്ടാവണം. അതുപോലെ ലൈഫിൽ നമ്മൾ ഇതുവരെ ജീവിച്ച ഒരാളല്ലാതെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളായി മാറണമെങ്കിൽ ഈ ആവശ്യമില്ലാത്ത പേടികളും ആവശ്യമില്ലാത്ത ടെൻഷൻസും ഒക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് കുറച്ചുകൂടി കൂളായിട്ടും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഈസി ആയിട്ട് ലൈഫിൽ നിന്ന് പോകണം എന്നുള്ളൊരു ഡിസിഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.